ഇരുന്നുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞതെന്തെന്നാൽ, സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ചു നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ, നിന്റെ ദാസന്മാരായ ഇസ്രയേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രയേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചു. മതി. അപ്പം ഈ വർത്തമാനം കേട്ടോ അല്ലേ? എന്താ വർത്തമാനം? എന്തുവാ? സ്തോത്രം. നല്ല വാക്യം വായിച്ചോട്ടെ. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്നു കരഞ്ഞു. നെഹമ്യാവ് പ്രവാസത്തിൽ ശൂഷൻ രാജധാനിയിൽ പാനപാത്രവാഹകനായി ജോലി ചെയ്യുമ്പോൾ തന്റെ ജനത്തെ കുറിച്ച് നെഹമ്യാവിന് വലിയ ഭാരമായിരുന്നു. തന്റെ ജനത്തെ കുറിച്ച്, താൻ പോയിരുന്ന യെരുശലേമിനെ കുറിച്ച്, തന്റെ പ്രവാസത്തിലായിരിക്കുന്ന ജനത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അതിന്റെ 3-ാം വാക്യത്തിൽ വായിക്കുന്നു ഇപ്രകാരം: അവിടുത്തെ ജനത്തെ പറ്റി 3-ാം വാക്യം ഒന്ന് വായിച്ചേ. 3-ാം വാക്യം. അവർ അതിനെന്നോട് കണ്ടോ, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്തിൽ മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. കണ്ടോ, ഇത് അറിഞ്ഞിട്ട് നെഹമ്യാവ് ഇരുന്ന് കരഞ്ഞു. കണ്ടോ, പ്രശ്നത്തിന്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ, ശൂന്യതയുടെ നടുവിൽ കരയാൻ തയ്യാറാണോ? സ്തോത്രം. നെഹമ്യാവ് തന്റെ ജനത്തിനു വേണ്ടി, തനിക്ക് വേണ്ടി, തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ല നെഹമ്യാവ് കരഞ്ഞത്, തന്റെ ജനത്തിനു വേണ്ടി കരഞ്ഞു. കരഞ്ഞിട്ട് എന്ത് ചെയ്തു? ഹല്ലേലൂയ. ഉപവസിച്ച് കുറെ നാൾ ഉപവസിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്തിനാണ് സ്വർഗത്തിലെ ദൈവം എന്ന് പറയുന്നത്? ഒരുപാട് ദൈവങ്ങളുണ്ട്, അതുകൊണ്ടായിരിക്കും. സ്വർഗത്തിലെ ദൈവം, നമ്മൾ ആരാധിക്കുന്നതും സ്വർഗത്തിലെ ദൈവത്തോടാണ്. മാനവരാശിക്ക് വേണ്ടി, അവരുടെ പാപങ്ങളിൽ നിന്നും വിടുവിക്കാൻ വേണ്ടി യേശു ഭൂമിയിലേക്ക് മനുഷ്യനായി കടന്നു വന്ന് മനുഷ്യന്റെ പാപത്തിനു വേണ്ടി കാൽവറിയിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുകയാണ്. നോക്കണമേ, നെഹമ്യാവ് തന്റെ ജനത്തിനു വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഈ അനുഭവം കാണുകയാ. അങ്ങനെയെങ്കിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയാകും. പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ ക്രമീകരണങ്ങൾ ചെയ്ത് നെഹമ്യാവ് പറയുക: ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു, ഞങ്ങൾ നിന്നോട് ഏറ്റവും വഷളത്വം പ്രവർത്തിച്ചിരിക്കുന്നു. കണ്ടോ, ഇന്ന് ഈ കാലഘട്ടത്തിൽ പാപങ്ങളെ ഏറ്റുപറയുന്ന അനുഭവമില്ല. ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിക്കുന്ന അനുഭവമില്ല. യേശു കർത്താവ് തന്റെ പരസ്യ വേളയിൽ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23-ാം വാക്യത്തിലേക്ക് യേശു കർത്താവ് തന്നെ പറയുന്നുണ്ട്. എന്താ പറയുന്നേ? നിങ്ങൾ യാഗം കഴിക്കാൻ പോകുമ്പോൾ നിന്റെ സഹോദരനോട് എന്തെങ്കിലും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ ഒന്നാമത് എന്ന് സഹോദരനോട് നിരപ്പ് പ്രാപിക്കണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? യാഗവസ്തു യാഗപീഠത്തിന്മേൽ അരികെ വെച്ചേച്ച് ഒന്നാമത് സഹോദരനോട് നിരപ്പ് പ്രാപിക്കണം. എന്നിട്ട് മടങ്ങി വന്ന് യാഗം കഴിക്കാനാണ്. ആ യാഗത്തിലാണ് യഹോവയ്ക്ക് പ്രസാദമുള്ളത്, ദൈവത്തിന് പ്രസാദമുള്ളത്. അങ്ങനെയെങ്കിൽ യെശയ്യാ പ്രവാചകൻ 59-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു: രക്ഷിപ്പാൻ കഴിയാത്തവന്റെ കരം കുറുകിപ്പോയിട്ടില്ല, പ്രാർത്ഥന കേൾക്കാത്തവന്റെ എൻ്റെ കാത് മന്ദമായിട്ടുമില്ല. എന്നാൽ നിങ്ങളെയും എന്നെയും ഭിന്നിപ്പിക്കുന്നത് നിങ്ങളുടെ അകൃത്യം അത്രേ, നിങ്ങളുടെ പാപം അത്രേ. അങ്ങനെയെങ്കിൽ പാപം നമ്മളിൽ ഉണ്ടെങ്കിൽ, ലംഘനം നമ്മുടെ നമുക്ക് ഉണ്ടെങ്കിൽ, കർത്താവിന്റെ പ്രവൃത്തി, കർത്താവിന്റെ കരം നമ്മളിലേക്ക് നീണ്ടുവരികയില്ല. പല ഉപവാസങ്ങൾ നടക്കുന്നുണ്ട്, പല പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. ഏറ്റുപറച്ചിലോ നിലവിളിയോ കരച്ചിലോ ശുദ്ധീകരണമോ നടക്കുന്നില്ല. അതുകൊണ്ട് ദൈവപ്രവൃത്തി നടക്കുന്നില്ല, വിടുതലുകൾ നടക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഒരു ഏറ്റുപറച്ചിലിന് വേണ്ടി, കർത്താവേ, ഞാനും എൻ്റെ പിതൃഭവനവും
പാപം ചെയ്തിരിക്കുന്നു, ഞങ്ങൾ നിന്നോട് ഏറ്റവും വഷളത്വം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് നെഹമ്യാവ് ഏറ്റുപറയുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഏറ്റുപറയുന്നുവെങ്കിൽ, നിലവിളിക്കുന്നുവെങ്കിൽ, കർത്താവേ തെറ്റിപ്പോയി, ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകൾ നിമിത്തം ഞങ്ങളുടെ വാക്തത്വം വെളിപ്പെടാതിരിക്കുമ്പോൾ നെഹമ്യാവ് ഏറ്റുപറയുക, ഞാനും എൻ്റെ പിതൃഭവനും പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നോട് ഏറ്റവും വഷളത സ്വർഗത്തിലെ ദൈവത്തോടെ പറയുന്നത്. ഇന്നത്തെ പ്രാർത്ഥനയും സ്വർഗത്തിലെ ദൈവത്തോടെ നമ്മുടെ പ്രാർത്ഥന. അങ്ങനെയെങ്കിൽ സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥന കേട്ട് മറുപടി അയക്കുന്ന പകലായി മാറട്ടെ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യം ഇന്ന് പകൽ ഇറങ്ങി വരുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? നീ അറിയാത്ത മേഖലകളിൽ, നിന്നെ ബന്ധിച്ച മണ്ഡലങ്ങളിൽ, നിന്റെ കുറവ് നിമിത്തം, എന്റെ കുറവ് നിമിത്തം നിന്റെ വാക്തത്വങ്ങളെ തടഞ്ഞുകൊണ്ട്, ശത്രു വെല്ലുവിളിച്ചുകൊണ്ട് പോരാടുമ്പോൾ ഇന്ന് പകലിൽ ദൈവത്തിന്റെ കരം ഇന്ന് പകൽ വെളിപ്പെടുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിന്റെ അത്ഭുത കരം ഇന്ന് പകൽ വെളിപ്പെടട്ടെ. ഇരിക്കുന്ന വിഷയത്തിന്റെ മേൽ എത്ര പേർക്ക് നിലവിളിക്കുവാൻ കഴിയും? കർത്താവെ തെറ്റിപ്പ്, നെഹമ്യാവ് പറഞ്ഞതുപോലെ തെറ്റിപ്പോയി, കർത്താവെ എന്നെ ശുദ്ധീകരിക്കണമേ. 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ സ്തോത്രം ചെയ്യുന്നു 7-ാം വാക്യമാണെന്ന് അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം ചെയ്യുന്നു, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നിങ്ങളും വെളിച്ചത്തിൽ നടക്കുന്നുണ്ട്, നമുക്ക് നമ്മളിൽ കൂട്ടായ്മയുണ്ട്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവസഭയോടാണ് യോഹന്നാൻ പറയുന്നത്. നമ്മൾ വിചാരിക്കും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവര് നമ്മുടെ ജീവിതത്തിൽ കുറവില്ലെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാൽ ലംഘനം മറയ്ക്കുന്നു ശുഭംബരത്തില്ലെന്ന് അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന കരുണ ലഭിക്കും. സാത്താന്റെ സിംഹാസനമുള്ള ഈ ഭൂമിയിൽ നമ്മുടെ വസിക്കുമ്പോൾ നമുക്ക് വിരോധമായി ശത്രു ഓരോ പദ്ധതികൾ ഒരുക്കിക്കൊണ്ട് കടന്നു വരുമ്പോൾ ദൈവത്തിന് അകറ്റിക്കളയുവാൻ, ദൈവത്തിൽ നിന്നും മാറ്റിക്കളയുവാൻ പിശാച് പരിശ്രമിക്കുമ്പോൾ നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ്, കർത്താവേ തെറ്റിപ്പോയി, സംഭവിച്ചു പോയി എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അവന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ അവന്റെ കരം നീണ്ടുവരുവാനിടയായി തീരും. മറഞ്ഞു കിടക്കുന്ന മർമ്മങ്ങളെ അവൻ വെളിപ്പെടുത്തുവാനിടയായി തീരും. ഒളിഞ്ഞു കിടക്കുന്ന ശത്രു ഒളിപ്പിച്ചു വെച്ച് നിന്റെ നന്മയ്ക്കെതിരെ നിനക്ക് വിരോധമായി പോരാടുന്ന സകല പോരാട്ടങ്ങളെ അവൻ അഴിച്ചു മാറ്റുവാനിടയാകും. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ അത്ര ദൈവപുത്രൻ പ്രത്യക്ഷനായത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇന്ന് പകലിനകത്ത് ആഗതനായിട്ടുണ്ട്. എത്ര പേർക്ക് ആത്മാവിൽ കണ്ടാരാധിക്കുവാൻ കഴിയും? ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ശക്തമായി അവിടുന്ന് വെളിപ്പെട്ടു വരികയാണ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഇന്ന് പകലിൽ ദൈവത്തിന്റെ പ്രവൃത്തി അവിടുന്ന് വെളിപ്പെടുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നെഹമ്യാവ് പറയാ, ഞാനും എന്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. യോഹന്നാൻ പറയുന്നു, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ നിങ്ങളും വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് നമ്മളിൽ കൂട്ടായ്മയുണ്ട്, ഇല്ലെങ്കിൽ കൂട്ടായ്മ ഇല്ലെന്നാ. നടപ്പെന്ന് പറഞ്ഞാൽ പ്രവൃത്തിയെ കാണിക്കുകയാ. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയെങ്കിൽ യോഹന്നാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ നിങ്ങളിൽ സത്യമില്ലെന്നാ. എന്നാൽ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ സകല പാവവും പോക്കി, സകല അനീതിയും പോക്കി നിങ്ങളെ ശുദ്ധീകരിപ്പാൻ ശക്തനായ ദൈവമാണ്. ഇന്ന് പകലിൽ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കാൻ പോവുക. പ്രാർത്ഥനയ്ക്കെതിരെ അവകാശം പറഞ്ഞ്, അധികാരം പറഞ്ഞ്, വിടുതൽ തരത്തില്ല എന്ന് പറഞ്ഞ്, അവകാശം പറഞ്ഞ്, അധികാരം പറഞ്ഞ് പാരമ്പര്യ ശക്തികളും ദേശത്തിലെ ഉയർച്ചകളും നിനക്കെതിരെ കടന്നു വരുമ്പോൾ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നിരപ്പ് പ്രാപിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ പ്രവൃത്തി ഇന്ന് പകൽ വെളിപ്പെടാൻ പോകുക. ഏതൊക്കെ മേഖലകളിൽ നീ തടയപ്പെട്ടോ, ഏതൊക്കെ മേഖലകളിൽ വാക്തത്വം തടയപ്പെട്ടോ, ഏതൊക്കെ മേഖലകളിൽ വിടുതലില്ലാതെ നീ ഭാരപ്പെടുന്നു, സാമ്പത്തിക മേഖലയാകട്ടെ, ആത്മീക മണ്ഡലമാകട്ടെ, മുന്നോട്ട് പോകാൻ കഴിയാത്ത ഏതൊക്കെ സാഹചര്യത്തിലാകട്ടെ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൻ വിഷയത്തിന്മേൽ ഇടപെടുകയാ. യേശുവിന്റെ ആണിപ്പെടുത്തുള്ള കരം ഇന്ന് പകൽ നിന്റെ മേൽ കടന്നു വരികയാണ്. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ഇത് വെറുതെ പറയുകയില്ല. പാപമാണ് നമ്മുടെ ജീവിതത്തിലെ ലംഘനമാണ്.
നമ്മുടെ ജീവിതത്തിലെ തടസ്സം ഏത് നിമിഷവും ദൈവം നമ്മളെ അനുഗ്രഹിക്കാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. എന്നാൽ പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെടുത്തി ആദമിനെ അവയും ഏതെങ്കിലും പുറത്താക്കപ്പെടുവാൻ ഇടയായി തീർന്നെങ്കിൽ ആദ്യത്തിന്റെ വാക്തത്തെ തടയുവാൻ തക്കവണ്ണം പിശാച് പദ്ധതി ഒരുക്കുമ്പോൾ ഇന്ന് പകൽ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകും. എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിന്റെ